ഗൈസ്, അപ്പൊ നമ്മളങ്ങനെ അവസാനം ഇടുക്കി ഡാം കാണാനായിട്ട് പോകുന്നിട്ട് നേരെ ഹിൽ വ്യൂ പോയിന്റിൽ കയറിയിരിക്കുകയാണ്. ഹിൽ വ്യൂ പോയിന്റിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പൊ നമ്മള് നേരെ പോകുന്നത് മലയിഞ്ചിക്കായിരുന്നു. മലയിഞ്ചി പോന്നു കഴിഞ്ഞപ്പോൾ മലയിഞ്ചിൽ നിന്ന് നമുക്ക് നേരെ തോന്നി എന്നാൽ ജസ്റ്റ് ഇടുക്കി ഡാം വരെ ഒന്ന് പോകാം. അങ്ങനെ നേരെ നമ്മൾ ഇടുക്കി ഡാമിലേക്ക് പോകുന്നു. അപ്പൊ ഈ രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹിൽ വ്യൂ പോയിന്റ് കയറിയിട്ട് അവിടെ നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത്. ഇതാണ് ഇടുക്കി ഡാം. ഓക്കെ, ഇതാണ് ഇടുക്കി ആർച്ച് ഡാം. വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഒറ്റ വ്യൂവിന് നമ്മൾ കാണുന്നതാണ് രണ്ട് ഡാമുകൾ. ഇത് നമ്മുടെ ചെറുതോണി ഡാമും ഇത് ഇടുക്കി ഡാമുമാണ് കേട്ടോ. നമുക്ക് ഒറ്റ വ്യൂ തന്നെ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒറ്റ വ്യൂ എന്ന് കാണാനായിട്ട് ഹിൽ വ്യൂ പോയിന്റിൽ വന്നാൽ മതി. ഹിൽ വ്യൂ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ചെറുതോണി ഡാമും ഇടുക്കി ഡാമും കാണാൻ പറ്റും. നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ എന്നെ സാധാരണ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചെറുതോണി ഡാമിൽ കയറും, എന്നിട്ട് അതികൂടെ വട്ടം നടന്ന് നമ്മൾ ഇടുക്കി ഡാമിൽ ചെല്ലും. അങ്ങനെയാണോ സാധാരണ ഇവിടെ കയറ്റി വിട്ട് നമ്മളെ ആൾക്കാരെ കാണിക്കുന്നത്. പക്ഷെ പകൽ സമയത്ത് വന്നാൽ മാത്രമാണ് അത് കാണാൻ പറ്റുള്ളൂ. 4:30 മുമ്പ് വരണം ചെയ്യണം കയറ്റി വിടണമെങ്കിൽ. 4:30 കഴിഞ്ഞാൽ പിന്നെ ചെറുതോണി ഡാമിൽ ആളെ കയറ്റുന്നതല്ല, ഇടുക്കി ഡാമിലേക്കും കടത്തി വിടുന്നതല്ല, ഒരു സ്ഥലത്തേക്കും കടത്തി വിടില്ല. ഇപ്പം ഏതാണ്ട് ഈ മാസം അവസാനം വരെ ഏതാണ്ട് 30 വരെ ഏതാണ്ട് ഫുൾ തുറന്നിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പൂട്ടും. പിന്നെ അത് എന്നത്തേക്കാണ് അടയ്ക്കണേന്ന് പറയാൻ പറ്റില്ല. അല്ല, പിന്നെ എന്നാണ് തുറക്കണേന്ന് പറയാൻ പറ്റില്ല. ഞാൻ 30 കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ പൂട്ടാൻ പോവാണ് കേട്ടോ. അപ്പോൾ വരുന്നവരേക്കും പോരെ ഒന്ന് കണ്ടോളൂ. ഓക്കേ, നമ്മുടെ ഇടുക്കി ജില്ലയിലെ ടൂറിസം മാപ്പാണ് കേട്ടത്. രാമക്കൽമേട്, മൂന്നാർ, ഇടുക്കി ആർച്ച് ഡാം, ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഹിൽ വ്യൂ പോയിന്റ്, പിന്നെ എന്താ പറയുക മറയൂർ, വാഗമൺ, തേക്കടി, തൊമ്മൻകുത്ത്, അരുവിക്കുഴി വ്യൂ പോയിന്റ്, പിന്നെ പാഞ്ചാലിമേട്. ഇതെല്ലാം നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഇടുക്കി ടൂറിസത്തിലെ എല്ലാം നമുക്ക് ഈ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ദേവികുളം, തൊടുപുഴ, ഇടുക്കി, ഉടുമ്പൻചോല, ഇതിൻ്റെ ഇടയിലാണ് മിക്ക സാധനങ്ങളും കിടക്കുന്നത് കേട്ടോ. നമ്മൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാം തന്നെ കിടക്കുന്നത് അവിടേക്കാണ്. ഏതായാലും നമ്മുടെ ഹിൽ വ്യൂ പോയിന്റ് ചെല്ലുമ്പോൾ തന്നെ ഈ ഇടുക്കി ടൂറിസത്തിൻ്റെ ഒരു മാപ്പ് അടച്ചിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. നമ്മൾ ഇറങ്ങുകയാണ്. നേരെ നമ്മൾ ഈ പോണ റൂട്ടുണ്ടല്ലോ, ഇത് ചെറുതോണി തൊടുപുഴ റൂട്ടാണ്. ഈ റൂട്ടിൽ എപ്പോഴും ആന ഇറങ്ങുന്ന റൂട്ടാണ് കേട്ടോ. ഒരു സെക്ഷൻ ഭാഗം ഒരു 3 കിലോമീറ്ററിൻ്റെ ഇടയിൽ എപ്പോഴും ആന സഞ്ചാരമുള്ള വഴിയാണ്. ഇത് നമ്മൾ നേരെ ഇപ്പോൾ ഏകദേശം കുളമാവ് ഡാമിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുളമാവ് ഡാമും കണ്ടിട്ട് വേണം പോകാൻ. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇനി കുളമാവ് ഡാമിൽ ചെന്നിട്ടാണ് നമ്മുടെ യാത്ര തുടർന്ന് പോകുന്നത്. ഈ റൂട്ടിലുള്ള യാത്രാനുഭവം ഉണ്ടല്ലോ, അതിമനോഹരമാണ് കേട്ടോ. നല്ല കാഴ്ച വ്യൂ കിട്ടണ നല്ല ഫോറസ്റ്റ് ഏരിയയുടെ ഉള്ളിലൂടെയുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സുഖം. വൈകുന്നേര സമയങ്ങളിലേക്കും ഇതുപോലെ രാത്രി സമയങ്ങളിലേക്കും ചെയ്താൽ നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചില്ലയ്ക്കും തുറന്നിട്ട് ഓടിച്ച് കഴിഞ്ഞാൽ എന്നാ തണുപ്പും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നതെന്ന് പറയാം. നല്ലൊരു യാത്രാനുഭവം നമുക്ക് കിട്ടുന്ന ഒരു റോഡാണ് കേട്ടോ. നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കുളമാവ് ഡാം. നല്ല ഭംഗിയുള്ളൊരു ഡാമാണ്. ഇറങ്ങി കാണുമ്പോൾ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനുള്ള
അവകാശമില്ല, അത് സമ്മതിക്കില്ല. അപ്പോൾ നമുക്കിങ്ങനെ യാത്ര ചെയ്തു പോരുമ്പോൾ നേരിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റും എന്നല്ലാതെ നമുക്കിവിടെ ഇറങ്ങി വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല അവർ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് കുളമാവ് ഡാം കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് പോകുന്ന വഴി എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ, അല്ലാതെ ഇറങ്ങിയെടുക്കാൻ സമ്മതിക്കില്ല. ഈ ഡാമിനും ഇടുക്കി ഡാം പോലെ തന്നെ ഷട്ടറില്ല, ആകെ ഷട്ടറുള്ളത് ചെറുതോണി ഡാമിന് മാത്രമാണ്. അപ്പോൾ കുറവമലയിലും കുറുത്തിമലയ്ക്കും ഇടയിലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന 3 ഡാമുകളിലൊന്നാണ് ഈ കുളമാവ് ഡാം. അപ്പോൾ ചെറുതോണി ഡാമും അതുപോലെ തന്നെ ഇടുക്കി ഡാമും കണ്ടിട്ട് നമ്മൾ വരുന്ന വഴിയാണ് കുളമാവ് ഡാം. ചെറുതോണി ഡാമിൽ നിന്നും ഇടുക്കി ഡാമിൽ നിന്നും കൃത്യം 25 കിലോമീറ്റർ ദൂരെയാണ് ഈ കുളമാവ് ഡാം വരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.